നമുക്ക് ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വ്യൂ വരുന്നത്. ഹെഡ്ലൈറ്റ് നമുക്ക് കാണാം, നോർമൽ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നേരത്തെ ഉള്ള വേരിയൻറ്റിൽ നിന്ന് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പം സ്വിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഹൈലൈറ്റ് നമുക്ക് ഈ ഒരു നമ്മുടെ സ്വിച്ചസും കാര്യങ്ങളും കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിനകത്ത് തന്നെ ഫേവറേറ്റ്സ്, ക്വിക്ക് സെലക്ടേഴ്സ്, കണക്ടിവിറ്റി, ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഓൺ ആക്കാം ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ. പിന്നെ വരുന്നത് ലൈറ്റ്. നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാം ലൈറ്റിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്ന നമ്മുടെ സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടല്ല വരുന്നത്. അഡ്ജസ്റ്റബിൾ അല്ല, ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല വരുന്നത്. 390 വരുന്ന കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സസ്പെൻഷൻ അല്ല വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ബൈക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബൾക്കി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊരു 390 എടുക്കാനായിട്ട് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ അത്രയും ബഡ്ജറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് ഓപ്ഷനിൽ വരുന്നൊരു KTM നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും 250 തന്നെ എടുക്കണമെന്ന് പറയും. കാരണം ഓൾറെഡി ഞാൻ ഈ ഒരു ബൈക്കിൻ്റെ BS4 വേർഷൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു വേർഷനിലോട്ട് വന്നപ്പം തന്നെ ബൈക്കിൻ്റെ ഓവറോൾ ലുക്കും മാറി. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നൊക്കെ ഉള്ളൊരു ലുക്ക് ഏകദേശം നമുക്ക് ഒരു 390യുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈവൻ ബെറ്റർ ആയിട്ടുള്ളൊരു ലുക്കായിട്ട് തോന്നുന്നുണ്ട്. മൈലേജ് ഏകദേശം 30 നമുക്ക് ആവറേജ് മൈലേജ് ഈ ഒരു ബൈക്കിൽ നിന്ന് കിട്ടും. നമ്മുടെ KTMൻ്റെ വേറെ ലൈനപ്പിൽ വരുന്ന ബൈക്കുകൾ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് കൊണ്ടാണ് നമ്മുടെ 250.